കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം ഒറ്റത്തവണയായി നൽകാൻ തീരുമാനിച്ചുവെങ്കിലും എന്നു മുതൽ ഇത് നടപ്പിലാകുമെന്നതാണ് ആകാംക്ഷ. മുമ്പ് മാസത്തിന്റെ 5-ാം തീയതി ശമ്പളം നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പു നൽകിയെങ്കിലും നിരാശയായിരുന്നു ജീവനക്കാർക്ക്. ബാക്കി ബാങ്ക് കൺസോർഷ്യം വഴി വായ്പയെടുത്ത് ശമ്പളം നൽകാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഗതാഗത മന്ത്രിയെയും ധനമന്ത്രിയെയും ഒപ്പമിരുത്തി മുഖ്യമന്ത്രിയാണ് കെഎസ്ആർടിസി ജീവനക്കാരുടെ ഗഡുക്കളായുള്ള ശമ്പള വിതരണത്തിന് അറുതി വരുത്താൻ തീരുമാനിച്ചത്. നിലവിൽ സർക്കാർ സഹായമായി 50 കോടി 2 തവണയായി എല്ലാ മാസവും നൽകുന്നതിൽ നിന്നാണ് ശമ്പള വിതരണം. ധനവകുപ്പ് ഇടയുന്ന മാസങ്ങളിൽ ശമ്പള വിതരണം അവതാളത്തിലാവും. ഇനി അങ്ങനെ ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് സർക്കാർ. പല വാഗ്ദാനങ്ങളും കേട്ട് മടുത്തിട്ടാവണം അമിത പ്രതീക്ഷയൊന്നും കെഎസ്ആർടിസി ജീവനക്കാർക്കില്ല. ബഹുമാനനായ മുഖ്യമന്ത്രി 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം തരാമെന്നും അത് കഴിഞ്ഞ് 2 ഗഡുക്കളാക്കിയതും ആ ഒരു മാസത്തെ ജോലി ചെയ്യുന്ന ശമ്പളം പിറ്റേ മാസം 30-ാം തീയതി ആയാൽ പോലും ശമ്പളം കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്നെടുത്ത 3000 കോടിയുടെ തിരിച്ചടവ് കാര്യക്ഷമമായി നടക്കുന്നതിനാൽ കെഎസ്ആർടിസിക്ക് കൂടുതൽ വായ്പ എടുക്കാനുള്ള വഴി തുറന്നു വന്നു. മാസാദ്യം കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുത്ത് ശമ്പളം നൽകി സർക്കാർ സഹായം കിട്ടുന്ന മുറയ്ക്ക് ഇത് തിരിച്ചടയ്ക്കുകയും ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. മാസത്തിലെ ഏത് ദിവസം ശമ്പളം നൽകാനാവും എന്നതിൽ സർക്കാർ വ്യക്തത വരുത്തിയിട്ടില്ല. അതിനാൽ തങ്ങളെ ഇനിയും വഞ്ചിതരാക്കരുത് എന്ന അപേക്ഷ ജീവനക്കാർക്കുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് RB സനൂപ്, മീഡിയ 1.